മഹാരാഷ്ട്രയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലികളിലും 5% സംവരണം നൽകുന്ന 2014 ഓർഡിനൻസ് ഔദ്യോഗികമായി റദ്ദാക്കുവാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് BJP നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. വർഷങ്ങൾക്ക് മുമ്പ് നിയമപരമായി കാലഹരണപ്പെട്ട ഒരു ഓർഡിനൻസിനെ വീണ്ടും എടുത്ത് റദ്ദാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഈ നടപടി ഒരു സാധാരണ നടപടിക്രമമല്ല. അത് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. സാമൂഹിക നീതി, മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ ഇവയെല്ലാം വെറും മുദ്രാവാക്യങ്ങളാക്കി മാറ്റുന്ന ഒരു സമീപനമാണിത്. 2014 കോൺഗ്രസ് NCP സഖ്യം അധികാരത്തിലിരുന്ന സമയത്താണ് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് 5% സംവരണം അനുവദിച്ചത്. മറാത്ത സമുദായത്തിന് 16%വും മുസ്ലിം വിഭാഗങ്ങൾക്ക് 5% എന്നതായിരുന്നു അന്നത്തെ തീരുമാനം. അവിടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പ്രവേശനവും സർക്കാർ ജോലികളിലെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുക, സാമൂഹിക അസമത്വം കുറക്കുക, ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവസരം നൽകുക. ഇതായിരുന്നു ഈ ഒരു സംവരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. തുടർന്ന് 2014 നവംബറോടുകൂടി ബോംബെ ഹൈക്കോർട്ട് ഈ ഒരു ഓർഡിനൻസിന് ഇടക്കാല സ്റ്റേ അനുവദിക്കുകയായിരുന്നു. നിയമപരമായ നടപടികൾ തുടരുന്നതിനിടെ അത് നിയമമായി പാസ്സാകാതെ അത് കാലഹരണപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു ദശാബ്ദത്തിലേറെയായി നിലനിൽക്കാത്ത ഒരു ഓർഡിനൻസ് അത് വീണ്ടും എടുത്തുകൊണ്ട് അത് ഔദ്യോഗികമായി റദ്ദാക്കുന്നതിന് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള സംശയം ഇപ്പോൾ വ്യാപകമാണ്. കോൺഗ്രസിൻ്റെ വാദം എന്ന് പറയുന്നത് ഇത് മതസംവരണമല്ലായിരുന്നു എന്നുള്ളതാണ്. സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണമായിരുന്നു അത്. മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും അതിസമ്പന്നരാണെന്ന തെറ്റിദ്ധാരണ അത് പ്രചരിപ്പിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. വിവിധ കമ്മീഷനുകൾ വർഷങ്ങളായി ചൂണ്ടിക്കാട്ടിയ സാമൂഹിക പിന്നോക്കാവസ്ഥയെ അവഗണിച്ച് വിഷയത്തെ മതധ്രുവീകരണത്തിൻ്റെ ചട്ടക്കൂട്ടിലാക്കുകയാണ് BJP സർക്കാരിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4)ഉം 16(4)ഉം സംസ്ഥാനങ്ങൾക്ക് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുവാനുള്ള അധികാരം നൽകുന്നുണ്ട്. അതനുസരിച്ചാണ് മുൻ സർക്കാർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. എന്നാൽ BJP സർക്കാർ ഭരണഘടനയുടെ ആത്മാവിനെ രാഷ്ട്രീയ ലാഭത്തിനായി വെട്ടിപ്പൊളിക്കുകയാണ്. സാമൂഹിക നീതി എന്ന ആശയം BJPയുടെ അജണ്ടയിൽ പ്രധാനമല്ല. അതിനു പകരം മതപരമായ ധ്രുവീകരണമാണ് അവർ മുൻഗണന നൽകുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ഇത്തരത്തിലുള്ളതാണ്. മഹാരാഷ്ട്ര പോലുള്ള സാമൂഹിക വൈവിധ്യമുള്ള സംസ്ഥാനത്ത് ഇത്തരം നീക്കങ്ങൾ ഐക്യത്തിന് തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയും നിലവിൽ ഉയരുന്നുണ്ട്. സംവരണം ഒരു വിഭാഗത്തിൻ്റെ അവകാശം മാത്രമല്ല, അത് സാമൂഹിക സമത്വത്തിലേക്കുള്ള ഒരു ഉപാധി കൂടിയാണ്. വിദ്യാഭ്യാസ അവസരങ്ങളിൽ പ്രവേശനം കുറയുന്നത് തലമുറകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നൊരു കാര്യം കൂടിയാണ്. തൊഴിൽ അവസരങ്ങളിൽ പ്രാതിനിധ്യം കുറയുന്നത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം. മറാത്ത സംവരണ വിഷയത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ വലിയ നിയമ പോരാട്ടങ്ങളും സാമൂഹിക പ്രതിഷേധങ്ങളും നടന്ന ഒരു കാര്യമാണ്. ആ പശ്ചാത്തലത്തിൽ മുസ്ലിം സംവരണം ഔദ്യോഗികമായി റദ്ദാക്കുന്നതിലൂടെ BJP സർക്കാർ ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ്. മതപരമായ തിരിച്ചറിയൽ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ നിലപാട് ഉറപ്പിക്കുന്ന ശ്രമം ഇത് ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമൂഹത്തിൽ ആശങ്കകളും അതുപോലെ തന്നെ അവിശ്വാസവും വളർത്തുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നൽകുന്നുണ്ട്. കൂടാതെ ഈ കാലഹരണപ്പെട്ട ഓർഡിനൻസ് വീണ്ടും എടുത്ത് റദ്ദാക്കുന്നതിലൂടെ സർക്കാർ ഭരണപരമായ സമയം, ഊർജം എന്നിവ രാഷ്ട്രീയ പ്രചരണത്തിന് വിനിയോഗിക്കുകയാണെന്നുള്ള വിമർശനവും അതിശക്തമായി ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ സൃഷ്ടിക്കൽ, വ്യവസായ വളർച്ച ഇവയാണ് സർക്കാരിൻ്റെ പ്രാഥമിക ചുമതലകൾ. എന്നാൽ അവ വിട്ട് സംവരണത്തെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിലൂടെ BJP തങ്ങളുടെ കോർ വോട്ട് ബേസ് അത് ശക്തിപ്പെടുത്തുകയാണ് ശ്രമിക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളെയും പ്രധാന ആരോപണം. കോൺഗ്രസ് വ്യക്തമാക്കുന്നത് സാമൂഹിക നീതി ഒരു വിഭാഗത്തിന് നൽകിയ ഔദാര്യമല്ല, അത് ഭരണഘടനാപരമായ അവകാശമാണ് എന്നുള്ളതാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവസരം നൽകുന്നത് ഭൂരിപക്ഷത്തിനോട് വിരോധം കാണിക്കുന്നതിനല്ല,
മറിച്ച് അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പുരോഗതിക്കായുള്ള നിക്ഷേപമാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഈ ഒരു തീരുമാനം സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുസ്ലിം സമൂഹം മാത്രമല്ല, സാമൂഹിക നീതിയോടും ഭരണഘടനാ മൂല്യങ്ങളോടും അടുപ്പമുള്ള എല്ലാ വിഭാഗങ്ങളും ഇത്തരം ഈ ഒരു നീക്കത്തെ വിമർശനാത്മകമായി കാണുമെന്നുള്ള വിലയിരുത്തലും ഉയരുന്നുണ്ട്. സംവരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇനിയും ശക്തമാകും. BJP സർക്കാരിൻ്റെ ഈ നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണത്തിന് വഴിവെക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉയരുന്നത്. മഹാരാഷ്ട്രയിൽ ഈ ഒരു വിവാദം അടുത്ത ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരുമെന്നുള്ളത് വ്യക്തമാണ്.